വെള്ളിയാഴ്ച ദിവസങ്ങളിലേ ഞങ്ങൾ ഇടയ്ക്ക് പോവാറുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ, കല്ലേരി കുട്ടിച്ചാത്തൻ ക്ഷേത്രം. അവിടെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് കേട്ടോ. അവിടെ പ്രത്യേകമായിട്ട് വഴിപാടുകളും പൂജകളൊക്കെ അന്നത്തെ ദിവസം ഉണ്ടാവാറുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ അധികം പോവാറ്. അപ്പോൾ ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ച എടുത്തൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ, വെള്ളിയാഴ്ച അവിടെ ഭയങ്കര തിരക്കായിരിക്കും. ചൊവ്വയും വെള്ളിയാഴ്ചയാണ് പ്രധാനം, പക്ഷേ വെള്ളിയാഴ്ച ഭയങ്കര തിരക്കാണ്, ഭയങ്കര തിരക്ക്. ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഫുൾ വീഡിയോ അല്ലെങ്കിൽ ഫുൾ ഫോട്ടോ എടുക്കണമെന്ന് വരുമ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, പക്ഷേ അങ്ങനെ കിട്ടാറില്ല, കാരണം അത്രയ്ക്കും തിരക്കായിരിക്കും. ഇത് തന്നെ ഞാൻ എത്രയോ ദൂരത്ത് നിന്നാട്ടോ എടുക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത് പോയിട്ട് വീഡിയോ എടുക്കാൻ എനിക്കും മടിയാണ്. പിന്നെ ഇവിടെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉണ്ടാകുന്നൊരു വഴിപാടാണ് വെള്ളാട്ട്. അത് ഓരോരുത്തർ വഴിപാടായിട്ട് കഴിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുൻപൊക്കെ വന്നപ്പോഴും ഞാൻ കുറച്ചൊക്കെ കണ്ടിട്ടുള്ളൂ. ഇപ്രാവശ്യം ഞങ്ങളത് ഫുള്ള് കണ്ടിട്ടോ. കുട്ടിച്ചാത്തൻ വെള്ളാട്ട്, മുത്തപ്പൻ വെള്ളാട്ട് എന്നെങ്ങനെയാണ് കേട്ടോ ഇതിനെ പറയുക, ഈ വഴിപാടിനെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തെയ്യം കെട്ടി ആടുക എന്ന് പറയൂലേ, അതാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യമായിട്ട് കണ്ടെന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇതെന്താ സംഭവമെന്ന്. അപ്പോൾ പിന്നെ അത് ശീലമായി. ഇതിങ്ങനെ കെട്ടി ആടുമ്പോഴേ എനിക്ക് അല്ലിക്കുട്ടനെയും പാലുക്കുട്ടനെയൊക്കെ ഓർമ്മ വരുന്നത്. അവരും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും. അവരുണ്ടെങ്കിൽ ഇവരിങ്ങനെ ആകാംക്ഷയിൽ കണ്ണൊക്കെ തുറച്ചിങ്ങനെ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയെന്ന് പറയില്ലേ, അതുപോലെ കുട്ടികൾക്കായിരിക്കും ഇത് ഭയങ്കര രസം. എനിക്ക് അവരെയാണ് ഇതിങ്ങനെ കാണുമ്പോൾ ഓർമ്മ വരുന്നത്. അവരെയും കൊണ്ട് വരണം ഒരു ദിവസം ഇത് കാണാൻ. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്നൊരു വഴിപാടാണ് കേട്ടോ ഈ വെള്ളാട്ടാടുന്നത്. അപ്പോൾ കുട്ടിച്ചാത്തൻ വെള്ളാട്ട്, മുത്തപ്പൻ വെള്ളാട്ട് എന്നൊക്കെയാണ് കേട്ടോ ഇതിന് പറയുക. അപ്പോൾ ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വഴിപാട് നടത്തുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ അവസാനം ഒരു കനലിൽ ചവിട്ടുന്നൊരു ആചാരമുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ ഇങ്ങനെ കണ്ടാൽ പേടിയാവൂലേ. എനിക്ക് ആദ്യം ഇങ്ങനെ കാണുന്ന പേടിയായിരുന്നു, ഇപ്പോൾ അത് ശീലമായിട്ടോ. പിന്നെ എത്ര തിരക്കുണ്ടെങ്കിലും ഇങ്ങനെ തെയ്യം കെട്ടി ആടുന്നത് ഇങ്ങനെ നടക്കി മുൻപിലാവുമ്പോൾ അവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊടുക്കും. പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ താഴെ കനലിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ കനലിൽ ചവിട്ടുന്ന സമയമാണ് കേട്ടോ ഇത്. കണ്ടോ, തെയ്യം കെട്ടി ആടുന്ന ആളും അതിൻ്റെ പരികർമ്മിയും കൂടി ഇങ്ങനെ കനലിലൊക്കെ ചവിട്ടിയിട്ട് കനലിൽ തട്ടിത്തെറിപ്പിച്ച് കെടുത്തണത്, അങ്ങനെ ഒരു ആചാരമാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എത്രയോ ദൂരത്ത് നിന്നാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്യണത്. ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരു അത്ഭുതമാണ്, പേടിയാണ്. ഇത് കാണാനായിട്ട് ആൾക്കാർ ഒരുപാട് വരാറുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ ഇങ്ങനെ വരുമ്പോഴേ തന്നെ നമുക്ക് ഒരു പ്രത്യേകമായിട്ടൊരു ഊർജ്ജം നമുക്കിങ്ങനെ ശരീരത്തിലൂടെ ഇങ്ങനെ കയറിപ്പോകുന്നങ്ങനെ തോന്നും. അതായത് ശക്തമായിട്ട് ഇങ്ങനെ ചുറ്റുവിളക്ക് കത്തിച്ച് വെച്ചതും പിന്നെ ലൈറ്റും എല്ലാം കൂടെ ആകുമ്പോഴേ ഒരു പ്രത്യേകമായിട്ട് ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയില്ലേ, അതിനേക്കാളും അപ്പുറം ഒരു ശക്തമായിട്ടുള്ളൊരു ഊർജ്ജം നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. പിന്നെ ഞങ്ങൾ ഒരുപാട് നേരം അവിടെ നിന്ന് വെള്ളാട്ടമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. പിന്നെ അവിടുത്തെ പ്രധാന പ്രസാദം എന്ന് പറഞ്ഞാൽ പായസമാണ്. ആ പായസം കഴിക്കാനായിട്ട് വരുന്നവരുണ്ട്, ഞങ്ങളും അതിൽ പെട്ടവർ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു, പിന്നെ പായസം കഴിച്ചു. പായസത്തിനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അത് കുറച്ചേ തരുള്ളൂ, കുറച്ചും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്നിങ്ങനെ ആലോചിക്കും. അങ്ങനെ പായസം കഴിച്ചു. കുറച്ച് നേരം കൂടി ഞങ്ങൾ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു 5:30 ആയപ്പോൾ അവിടെ എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോന്നപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഓഡിറ്റോറിയം ഉണ്ട് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ രാത്രി ഇതിലേറെ ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തോ ഒരു കല്യാണ പാർട്ടി എന്തോ നടക്കുന്നുണ്ട്. അത് കുറച്ച് നേരം നോക്കി നിന്നിട്ട് കേട്ടോ ഞങ്ങൾ പോകുന്നത്. കയറാണേ. യെസ്, വണ്ടി എടുക്കും ഡ്രൈവർ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വെള്ളിയാഴ്ചത്തെ വിശേഷങ്ങൾ. ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.